ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. പലരും എൻ്റെ ഫുഡ് ഉണ്ടാക്കുന്ന പരിപാടി കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് എന്ന് സ്ഥിരമായി ചോദിക്കാറുണ്ട്. അതിൻ്റെ ഒരു ചെറിയ ചെറിയ ഒരു ഭാഗമാണ് നിങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത്. സ്റ്റാർട്ടിങ് വിത്ത് മുതിരക്കറി. മുതിര എവിടെ നിന്ന് മേടിക്കാമെന്ന് പലരും ചോദിക്കാറുണ്ട്. നമുക്ക് വീഡിയോയുടെ ഇടയ്ക്കൊക്കെ വെച്ച് നമുക്ക് പറഞ്ഞു പോകാം. ഞാൻ പാൻ വെച്ചിട്ടുണ്ട്. മുതിര ഓൾറെഡി കുക്കറിൽ വിസിൽ എടുപ്പിച്ചിട്ടുണ്ട്. കാരണം കുക്കറിൽ ചെറിയ ഗ്യാപ്പുള്ള എൻ്റെ പേരിൽ എണ്ണ ഇതിന് വീട് ബോംസ് ബ്ലാസ്റ്റ് ഉണ്ടാവും. പിന്നെ ഞാൻ അടുക്കള മുഴുവൻ ക്ലീൻ ആക്കേണ്ടി വരും. അതുകൊണ്ട് മാത്രം ഞാൻ മുതിര കൊണ്ട് സെറ്റ് ചെയ്ത് വെച്ചു. പിന്നെ വീഡിയോ എടുക്കുന്നതിനിടയ്ക്ക് വിസിൽ അടിച്ച് കളിക്കും എനിക്ക് ഇഷ്ടമല്ല. സോ പാനുണ്ട്, ചൂടായി നോക്കണം. നല്ല ചൂടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് നമ്മൾ ഇതാണ് കേട്ടോ എൻ്റെ മസാലശാല. മസാലശാലയിൽ നിന്നും നമ്മൾ ഇത്തിരീശ സാധനങ്ങളൊക്കെ എടുത്തിട്ട് എന്ത് ചെയ്യണം, ഇതിലേക്കിടാം. ഞാൻ പ്രൊഫഷണൽ ഷെഫൊന്നുമല്ല. സ്റ്റാർട്ടിങ് വിത്ത് കടുക്. കടുക് തെറിക്കും. തെറിച്ച ചിലപ്പോൾ ശരിയാണ്. അതെന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ തേങ്ങ ഒരു പ്രൊഫഷണൽ ഷെഫാകുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവും. നമ്മൾ പാത്രം കഴിച്ചതിനകത്ത് വെള്ളം ഉണ്ടാവും. ആ വെള്ളം ഒരിക്കലും കൊണ്ട് പാനിലിട്ട് വെച്ചത് പിന്നെ നമ്മൾ അടക്കുന്നത് ക്ലീൻ ആക്കുന്നത്. കാരണം വെളിച്ചെണ്ണയാണ് മൊത്തം തെറിച്ചേക്കുന്നത്. വെളിച്ചെണ്ണ സൺഫ്ലവർ ഓയിൽ. ആരെയും പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ആദ്യം ഒരു കുക്കിംഗ് വീഡിയോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ എടുക്കണേ. തട്ടിക്കൂട്ട് പരിപാടിയാണ്. മൊത്തം സ്പ്രെഡ് ആയിട്ടുണ്ട്. ഇത് ക്ലീൻ ആക്കിയില്ലെങ്കിൽ ഇത് അപ്പുറത്ത് മുതലുള്ള ഒരു പ്രശ്നമാക്കും, പിന്നെ കൂടുതലുള്ള ഒരു പ്രശ്നമാക്കും. എപ്പോഴും വൃത്തിയിൽ കുക്ക് ചെയ്യാൻ ശ്രമിക്കുക. എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാണ്, എന്നാലും ഐ എം ട്രൈ മൈ ബെസ്റ്റ്. നമ്മൾ മുതിരക്കറിക്ക് കടുക് പൊട്ടിച്ചു. അത് കൊളായി. അത് കഴിഞ്ഞ് സവോള വരും. ഞാൻ കറി മൊത്തത്തിൽ ഉണ്ടാക്കുന്നത് കാണിക്കുന്നില്ല, കാരണം മണിക്കൂറുകൾ വീഡിയോ. കടുക് പൊട്ടിച്ചു. അത് കഴിഞ്ഞിട്ട് കുറച്ച് പരിപാടികൾ കാണിക്കുന്നു. അത് കഴിഞ്ഞ് അവസാനത്തെ പരിപാടികൾ കാണിക്കുന്നു. അതാണ് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഈ വീഡിയോയിൽ. സ്റ്റാർട്ടിങ് സവോള വട്ടൻ. അപ്പോൾ നമുക്കിതിൽ ഉണ്ടാക്കാൻ പോകുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം. അല്ല, ചെയ്യാൻ പോകുന്ന കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് പറയാം. വെളിച്ചെണ്ണ ഒഴിച്ചു, കടുക് പൊട്ടിക്കുന്നു, സവോള ഇട്ട് വാട്ടുന്നു. വാടിക്കഴിയുമ്പോൾ തക്കാളി ഇടുന്നു. മസാലയുടെ നിങ്ങൾ തന്നെ കണ്ടാൽ മതി എൻ്റെ പരിപാടി എങ്ങനെയാണെന്ന്. അതേപോലെ മുതിര ഇൻ കുക്കർ അണ്ടർ പ്രോഗ്രസ്. വെയിറ്റിംഗ് ആണ്. ഗ്യാസ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അതിനും കൂടി ഇട്ടും കൂടി തട്ടും. അവസാനം ഒരു തട്ടിക്കൂട്ട് പരിപാടിയാണ്. അപ്പോൾ അതാണ് നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ. ഇനി സവോള ഒന്ന് വളർത്താം. അതുവരെ ഞാൻ നിങ്ങളെ കാണിച്ചില്ല എന്നേ ഉള്ളൂ. കുറേ നേരത്തെ കഷ്ടപ്പാടിന് ശേഷം നമ്മുടെ സ്വന്തം സവോള എന്ത് വേണമെങ്കിലും പറയാം, ഒരു ഗോൾഡിഷ് ഷെയ്ഡിൽ വന്നിരിക്കുകയാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യും? ഒന്നല്ലെങ്കിൽ നിങ്ങൾക്ക് ക്യാൻഡ് തക്കാളിയോട് മേടിക്കാൻ കിട്ടും, അല്ലെങ്കിൽ ഫ്രഷ് തക്കാളി. സമ്മറായി കഴിഞ്ഞാൽ തക്കാളിയുടെ വില കുത്തനെ അങ്ങ് കുറയും. അപ്പോൾ നമ്മൾ തക്കാളി മേടിക്കും. നിങ്ങൾക്കറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. തക്കാളി മേടിക്കുമ്പോൾ എപ്പോഴും ഇങ്ങനെ കൊല പോലെ മേടിക്കുക. അപ്പോൾ ഷെൽ ലൈഫ് കുറച്ചും കൂടി കൂടുതൽ കിട്ടും. അപ്പോൾ ഇങ്ങനെ അടർത്തിയെടുത്താൽ ഈ സാധനം പച്ച അത് കളയാതിരിക്കാൻ നോക്കാം. പണ്ട് ഞാൻ ഓരോന്നും അടർത്തിയൊക്കെ എടുത്തിരുന്നത് പെട്ടെന്ന് കേടായിപ്പോൾ. പക്ഷെ ഇതാണെങ്കിൽ ഒരു 2-3 ആഴ്ച സുഖമായിട്ട് ഫ്രിഡ്ജിൽ ഇരിക്കും. ഈ സ്പെൻഡുള്ള എൻ്റെ പേരിൽ എന്നാണ് എൻ്റെ ഒരു പഠിത്തം വെച്ച് എനിക്കറിയാൻ സാധിക്കുന്നത്. പിന്നെ ഉണ്ടാക്കുന്നുമുണ്ട്. നമ്മൾ ഒരു തക്കാളിയുടെ വലിപ്പം കൺസിഡർ ചെയ്തിട്ട് 2 തക്കാളി, ഓക്കെ, സവോളേനേക്കാൾ കൂടുതൽ തക്കാളി ആണ് ഞാൻ എടുക്കുന്നത്. കഴുകുന്നു. ഇനി നുറുക്കുന്നത് എനിക്ക് നിങ്ങളെ കാണിക്കണമെന്നുണ്ട്, പക്ഷെ അതിനുള്ളൊരു സാഹചര്യം ഇപ്പില്ല. പിന്നീട് നമ്മൾ കാണിക്കുന്നത് നമ്മുടെ തക്കാളി ചെറിയ പീസുകളായിട്ട് ഇതേപോലെ നുറുക്കിയെടുത്തിട്ടുണ്ട്. എന്തുകൊണ്ട് ചെറിയ പീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഉടമ്പ് കിട്ടും. വലിയ പീസാണെങ്കിൽ ഉടയാൻ സമയം കൂടുതൽ എടുക്കും. അതുകൊണ്ട് ചെറിയ പീസായിട്ട് വെട്ടി നുറുക്കി നമ്മൾ ഇട്ടിരിക്കുകയാണ്. ഇനി അത് കിടന്ന് വാടട്ടെ. അപ്പോഴേക്കും നമ്മൾ മേടിച്ച സാധനങ്ങളൊക്കെ കാര്യങ്ങൾ പറയാം. മുതിര ഞാൻ മേടിച്ചത് ഔഷനിയിൽ നിന്നാണ്. കിലോയ്ക്ക് 14-13 സ്ലോട്ടി. അതിപ്പോൾ വെള്ളത്തിൽ ഒരു 2 ദിവസം ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ സാധാരണ ഓരോരുത്തർ വെള്ളത്തിലിട്ട് പെട്ടെന്ന് ഉണ്ടാക്കുന്നതാണെങ്കിൽ ഒരു 2 കറി ഉണ്ടാക്കാൻ പറ്റും. വെള്ളത്തിൽ ദിവസം കുതിർത്തിയിലൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ചെറിയ ക്വാണ്ടിറ്റി വലുതാവും. കുറേ ഒരു 3-4 പ്രാവശ്യം ഉണ്ടാക്കാൻ പറ്റും, ഇഷ്ടം പോലെ. ഞാൻ 1 കിലോ മേടിച്ച് ഇനിയും ഇരിക്കുകയാണെങ്കിൽ ഒരു പാക്കറ്റിൻ്റെ പകുതി ഞാൻ ഓൾറെഡി ഒരു 3 ട്രിപ്പ് ഓൾറെഡി ഉണ്ടാക്കി. ഇങ്ങനെ ഒരു ചട്ടി കറി ഉണ്ടാക്കുകയാണെങ്കിൽ 2-3 ദിവസം പുഷ്പം പോലെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ അങ്ങനെ ആലോചിച്ചൊക്കെ ഉണ്ടാക്കാൻ നോക്കാം. തക്കാളിക്ക് ഇപ്പോൾ റേറ്റ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്.
ഞാൻ ഈ തക്കാളി എടുത്ത് 5 സ്ലോട്ടിക്കാണ്. ക്യാൻഡ് മേടിക്കുന്നുണ്ട്, പക്ഷേ എനിക്ക് അതിനോട് ഒട്ടും താല്പര്യമില്ല. എന്തോ എനിക്കിഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ മേടിക്കാറില്ല. പിന്നെ റിച്ച് ആയതുകൊണ്ട് തക്കാളിയുടെ റേറ്റ് കൂടിയാലും നമ്മൾ ഫ്രഷ് തക്കാളി ഒന്നും മേടിക്കാറുള്ളത്. എപ്പോഴും റേറ്റ് കൂടുമ്പോൾ തക്കാളി ഇടുന്ന എണ്ണം കുറയും. ഇതിൽ 2 ഇട്ടല്ലോടെ ഒരെണ്ണം ഇടുള്ളൂ. ഇനി തക്കാളി വാടണം. വാടിക്കഴിഞ്ഞിട്ടാണ് അടുത്ത പരിപാടി മസാല. അങ്ങനെ അവസാനം കാത്തിരുന്ന ആ സുദിനം എത്തിയിരിക്കുകയാണ്. നമ്മുടെ സ്വന്തം മസാലയുടെ എങ്ങനെയാണെന്നല്ലേ, എനിക്ക് പ്രത്യേകിച്ച് എങ്ങനെ ഇടുന്നതെന്നൊന്നും അറിയാൻ പാടില്ല. പലരും ഇന്ന അളവിൽ ഇത്ര ഇട്ട് കഴിഞ്ഞാൽ സൂപ്പറാവും എന്നൊക്കെ പറയും. എൻ്റെ അളവെന്ന് പറയുന്നത് എൻ്റെ മൂക്കാണ്. ഒക്കെ ഇട്ട് കഴിഞ്ഞിട്ട് കുറച്ചറിയാൻ ഒരു പുക വരില്ല. പുകയിൽ മണത്തിട്ട് നമ്മളിങ്ങനെ പിടിക്കും. അത് ഒത്തില്ലെങ്കിൽ വയ്യാത്ത സമയത്താണെങ്കിൽ ആരെങ്കിലുമൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കും, അല്ലെങ്കിൽ ഞാൻ തന്നെ ഒന്ന് കഴിച്ചു നോക്കും. എന്നിട്ട് ഒന്നും ഒത്തില്ല എന്നാണെങ്കിൽ ഇത്തിരി കൂടി ഇടും. പരമാവധി കുറച്ചിടാനും നോക്കാം. കൂട്ടിയിട്ട് കഴിഞ്ഞാൽ പണി മാറും. പിന്നെ തൈര് ഇടുന്നവരും കറി വേഗം തീർക്കുന്നവരും തൈര് ഒഴിച്ച് വേഗം കറി ഇടണം, അങ്ങനത്തെ കുറച്ച് ഉടായ്പ പരിപാടികളുള്ളതിൻ്റെ പേരിൽ പരമാവധി എന്താ പറയുക കുറച്ച് മസാല ഇടും. പിന്നെ പിന്നീട് വേണമെങ്കിൽ ഇടും. അതിനകത്ത് പ്രധാനം ഉപ്പാട്ടും. ഇപ്പോൾ നമ്മൾ പരമാവധി കുറച്ചിട്ട് ഉപ്പ് കൂടിക്കഴിഞ്ഞാൽ എൻ്റെ മോനെ ഒന്നും പറയണം. സ്റ്റാർട്ടിങ് വിത്ത് മല്ലിപ്പൊടി. പണ്ടിതൊക്കെ എന്താണെന്ന് കൂടി അറിയാത്ത എനിക്കൊരു കാലം ഉണ്ടായിരുന്നു എന്ന് ഓർക്കുമ്പോൾ എനിക്ക് എന്നോട് തന്നെ ലജ്ജ തോന്നും. കുറച്ച് മല്ലിപ്പൊടി ഇട്ടു. മല്ലിപ്പൊടി കഴിഞ്ഞ് പിന്നെ കൂട്ടത്തിലെ പ്രധാനം എന്ന് പറയുന്നത് എനിക്ക് ഗരം മസാലയാണ്. വലിയ സ്പൂൺ പരിപാടി ഒന്നും നമ്മൾ വെറുതെ തട്ട ഇടാം. ഗരം മസാല ഇട്ട് പിന്നെ നാട്ടിൽ നിന്നുള്ള അവർക്കൊരു പ്രൊമോഷനുണ്ട്. സർവസിൻ്റെ സ്വന്തം മീറ്റ് മസാല. വെറുതെ എൻ്റെ ഇരിക്കുന്നതുകൊണ്ട് കണ്ടാട്ടാം. അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. ഇങ്ങനത്തെ മസാലയെ പൊടികളൊന്നും ഇടാറില്ല, വലിയ കാര്യമൊന്നുമില്ല. നമ്മുടെ നാട്ടിലെ ഗരം മസാല ഇട്ടാൽ മതി. കുറച്ച് മഞ്ഞൾ കൂടി ഇടാം. അത് കഴിഞ്ഞ് മുളക് പൊടി കുറച്ച്, വളരെ വളരെ കുറച്ച്. ബാക്കി എല്ലാ പൊടികളെക്കാരും കുറച്ച്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെത്തിയതിന് ശേഷം എൻ്റെ നാക്കിൻ്റെ എന്താ പറയുക പവർ ഉണ്ട് കുറഞ്ഞു പോയി. അതുകൊണ്ട് തന്നെ എനിക്ക് എരിവ് ഒട്ടും പറ്റത്തില്ല. അത് നിങ്ങളിവിടെ വരുമ്പോൾ അങ്ങനെ തന്നെ ആയിരിക്കും ആവാനാണ് സാധ്യത. മുളക് പൊടി വളരെ വളരെ കുറച്ച് ഉപയോഗിക്കും. അങ്ങനെ പൊടി കുറച്ച് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ഇളക്കൽ തന്നെ. അത് എന്താ സബ്സെ ശുദ്ധ സാധനം. അപ്പം ആ കുരുമുളകിൻ്റെ എഫക്റ്റ് കിട്ടാൻ വേണ്ടി ഞാൻ മണത്തു. കുരുമുളക് തന്നെ കയറി കൊണ്ട് പോവുകയും ചെയ്തിട്ടുണ്ട്. ഇനിയൊന്നുമില്ല, കുറച്ച് ഉപ്പ് ഇടാം. സ്പൂൺ വെച്ചിടുന്ന പരിപാടിയേ ഇല്ല. അതിന് 2 കാരണമുണ്ട്. സ്പൂൺ ഞാൻ തന്നെ കഴുകി വെക്കേണ്ടി വരും. പിന്നെ സ്പൂൺ കൊണ്ട് ഇട്ടാലും കൈ കൊണ്ട് ഇട്ടാലും എനിക്ക് വലിയ വ്യത്യാസങ്ങൾ എനിക്ക് തോന്നുന്നില്ല. പിന്നെ നിങ്ങൾ വരുമ്പോൾ നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട, എല്ലാവർക്കും ഇങ്ങനെ തന്നെയായിരിക്കും. ഗ്രാജുവലി പഠിച്ചോളും, എല്ലാം ഉണ്ടാക്കിക്കോളും, ഒരു പ്രശ്നമില്ല. ഇനിയിപ്പോൾ ഇതിനകത്തുള്ള ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മസാലയൊക്കെ ആയിട്ടൊന്നും സെറ്റാണ്. നമുക്കിനി ആ ഒരു പ്രൊസീജിയർ കഴിഞ്ഞിട്ട് ഇനി വേണം ഈ സ്റ്റെപ്പിൽ തന്നെ അതിലേക്ക് കൂടി പോവാം. അതായത് നമ്മൾ മുദ്ര ഓൾറെഡി ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ടല്ലേ, കുക്കർ. മുദ്രയാണ് നമുക്ക് ഇങ്ങനെ തുറക്കാം. ഒരിക്കലും കുക്കർ തുറക്കരുത്, ഗ്യാസ് പോയോ എന്ന് ഉറപ്പില്ല. അറിയാത്തത് പോയിട്ട്, കാരണം എനിക്ക് അങ്ങനത്തെ മണ്ടത്തിലുണ്ടായിരുന്നു. നമുക്ക് കുക്കർ തുറക്കും. ഇപ്പോൾ ഓൾറെഡി ഇത് പോയല്ലോ എൻ്റെ പേരിൽ. അതായത് ഞാൻ വെള്ളം കൂട്ടിയെടുത്തേക്കുന്നത് ഇതിനകത്തോട്ട് വറ്റിക്കാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ കൂടെ വേറൊരു ആശയം കൂടി പറഞ്ഞ് വെള്ളം കൂടിപ്പോയാൽ കുഴപ്പമില്ല, കുറഞ്ഞു വെക്കുന്ന അടി പിടിക്കും. അടി പിടിച്ച് കുക്കർ കിടക്കാൻ ഭയങ്കര പാടായിരിക്കും. ഇപ്പോൾ വെള്ളം വെച്ചിട്ട് കൂട്ടിയെടുത്തിട്ടുണ്ട്. അത് നേരെ അതിന് ഇവിടെ മറിയും. നിങ്ങൾ കണ്ടുവന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെ അതേപോലെ മുതിര കണ്ടില്ലേ, ചീപ്പ് സാധനമാണ്. മേടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേ നാളത്തേക്ക് ഉപയോഗിക്കാൻ പറ്റും, ഒറ്റയ്ക്കൊക്കെ ഫുഡ് ഉണ്ടാക്കാനാണെങ്കിൽ. ഇനി എന്താ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറി ഒന്ന് വറ്റണം. ഞാൻ എല്ലാ കറിയും ഉണ്ടാക്കുമ്പോൾ വെള്ളം കൂട്ടിയെടുക്കും, എന്നിട്ട് നമുക്ക് വറ്റിക്കും. അപ്പോഴാണ് നല്ല കുറുകുറുള്ള ഗ്രേവി കിട്ടും, കറി സെറ്റ് ആവുകയും ചെയ്യും. നമുക്ക് ഈ പറയുന്ന മസാലകളൊക്കെ ആഡ് ചെയ്യാൻ പറ്റും. ഇനി കറി ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്ലീനിങ് ആണ്. ഇത് നമ്മൾ ഓൾറെഡി ക്ലീൻ ചെയ്തു. വീഡിയോയുടെ ഇടയ്ക്ക് തന്നെ നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് ഇതൊന്ന് ക്ലീൻ ചെയ്തായിരുന്നു. കറി റെഡിയായി. ഇനി വറ്റിയാൽ മതി. ഇത് അടച്ച് വെച്ച് വേവിക്കും. പിന്നെ അടക്കണേക്കാളും ഇന്നൊന്ന് തുടച്ച് വെള്ളമൊക്കെ കിടക്കണം, കാരണം ഈ വെള്ളം പറ്റത്തില്ല. സോ അതാണ് കേസ്. നമ്മുടെ മുതിരക്കറി ഓൾമോസ്റ്റ് റെഡിയായി. ഞാൻ മല്ലിയിലൊക്കെ ഇടാറുണ്ട്. ഈ ആഴ്ച എനിക്ക് മേടിക്കാൻ പറ്റിയില്ല, അതുകൊണ്ട് മല്ലിയില ഇടുന്നത് ഞാൻ കാണിക്കുന്നില്ല. പിന്നീട് നമ്മൾ മല്ലിയില മേടിക്കുമ്പോഴത്തേനും വേണ്ടി ലക്ഷറി ആയിട്ട് മല്ലിയിലൊക്കെ ഇടുന്നത് കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ മസാല സാധനങ്ങൾ ഉപയോഗിച്ചത്. നമ്മുടെ കറി ഇതേ വറ്റിക്കൊണ്ടിരിക്കുന്നു. ഇൻ്റർനാഷണൽ ലുക്കൊന്നുമില്ല, കാരണം മുതിരയാണ്. പിന്നെ എന്തുകൊണ്ട് മുതിര എന്ന് വെച്ചാൽ മാസാവസാനമൊക്കെ ആണല്ലോ, ബഡ്ജറ്റ്, എൻ്റെ മുഖ്യം ബഡ്ജറ്റ് മന്ത്രി ഇത്തിരി ദരിദ്രത്തിൽ കയറുന്ന സമയം കൂടിയാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ സാധനത്തിലേക്കൊക്കെ കയറും. നിങ്ങൾ വരുമ്പോഴും ഇങ്ങനത്തെ സാഹചര്യം ഉണ്ടോ. മാസാദ്യം നല്ല ഹെവി ഫുഡും പരിപാടികളായിരിക്കും. മാസാവസാനത്തിലേക്ക് പോകുമ്പോൾ ഇച്ചിരി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആകും. അതായത് മുതിര, ചെറുപയർ, അല്ലെങ്കിൽ പച്ചാർ കൂട്ടി, യുനോ, അതാണ് അതിൻ്റെ കേസ്. ഇനിയിപ്പോൾ ഈ കറി വറ്റിട്ട് വറ്റി കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി നോക്കാം. പക്ഷേ ഈ വീഡിയോ കട്ട് ചെയ്ത് എഡിറ്റ് ചെയ്യാൻ, അതേപോലെ എനിക്ക് ഇനി കുറേ ഷോർട്സ് എടുക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് നമുക്കിപ്പോൾ തന്നെ നമ്മുടെ കറി കുറച്ചെടുത്ത് ടേസ്റ്റ് ചെയ്യാം. താഴെ ചെയ്തത് അതുകൊണ്ട് ഞാൻ കുക്കർ കൂടി എടുക്കുന്നു.
ആസ് ഐ ടോൾഡ് ബിഫോർ. ചുപ്പിൻ്റെ പിന്നെ ഇച്ചിരി കുരുമുളക് പൊടി കൂടി. കുരുമുളക് പൊടി നാട്ടിൽ നിന്നൊന്നുമല്ല, ഇവിടെ നിന്ന് മേടിച്ചാൽ ബാക്കി പൊടികളൊക്കെ ഇപ്പോഴും ഞാൻ നാട്ടിൽ നിന്ന് തന്നെ ഉപയോഗിക്കണം. കുരുമുളക് പൊടിക്ക് 100 ഗ്രാമിന് 12 സ്ലൂട്ടി കണ്ട ഞാൻ ഇവിടെ കൊടുത്താൽ മേടിച്ച കുഴപ്പമില്ല, ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ഒരു ഫുഡ് ബ്ലോഗ് പരിപാടികളൊക്കെ നടക്കണേ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനിയിപ്പോൾ ഈ കറി ഒരു 2 ദിവസം കുടിക്കും, അല്ലെങ്കിൽ ഞാൻ നാളെ ഒരു കറി കൂടി ഉണ്ടാക്കും. എന്നിട്ട് ഓൾട്ടർനേറ്റീവായിട്ട് കൂടെ ഉപയോഗിക്കും. ഇപ്പോൾ കാലത്ത് ഈ കറിയാണെങ്കിൽ വൈകുന്നേരം അടുത്ത കറി, അല്ലെങ്കിൽ ഇപ്പോൾ എനിക്ക് സമയവും കാര്യങ്ങളില്ല എന്നുണ്ടെങ്കിൽ ഈ കറി തന്നെ ഈ തീരുന്നത് വരെ. അങ്ങനെയാണ് നമ്മുടെ ഒരു ദൈനംദിനം പരിപാടികൾ. മാസാന്ത്യമില്ലാണോ, മാസം അവസാനത്തേക്ക് വരുമ്പോൾ അങ്ങനെയാണ് എന്നാണ് എൻ്റെ വിശ്വാസം എല്ലാവർക്കും. അത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ നല്ല കുക്കിംഗ് വീഡിയോ അവസാനിപ്പിക്കാം. ഇങ്ങനത്തെ വീഡിയോ, ഈ കുക്കിംഗ് പരമായ വീഡിയോസ് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ എന്തായാലും നമുക്ക് സെറ്റ് ചെയ്യാം. നോർമലി പണി നമുക്കധികം ചിന്തിക്കേണ്ട, നേരെ നമ്മുടെ പണിയോടൊപ്പം എടുത്തു. അതേപോലെ ആർക്കെങ്കിലും എന്തെങ്കിലും എന്നോട് പറയുന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ. അപ്പോൾ ശരി, ബൈ. ഫോളോ ചെയ്യാൻ മറക്കരുത്.